To one and all. Good morning, everybody. Yes, so welcome to yet another live session from Tiju's Academy. This is here Varsha with you to have a discussion on speaking module, and this live session is airing from our Mavelikara branch. Hi everyone, a very warm good morning to one and all. As usual, I am here with my regular weekly live session on the speaking module. Hi Shruti, she's on time as regularly. Hi Shruti, good morning. ഓക്കെ സോ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചത് നമുക്ക് ഈ കഴിഞ്ഞ എക്സാമിന് അതായത് ജൂൺ 6th വന്ന ഒരു റോൾ പ്ലേ കാർഡിൻ്റെ ഒരു മോഡലാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതിയത് സോ ദാറ്റ് സോ ദ യൂഷ്വലി പീപ്പിൾ മൈറ്റ് ബി കളക്ടിങ് ഡേറ്റ ഫ്രം അതേഴ്സ് ഓൾസോ ഹൂ ആർ ഗിവിംഗ് ദിയർ എക്സാമിനേഷൻ ബട്ട് ഇഫ് ഇൻ കേസ് യു ഡോണ്ട് ഹാവ് എനി വൺ ടു സ്പീക്ക് വിത്ത് ഓർ യു ഡോണ്ട് ഹാവ് എനി വൺ ടു ഗെറ്റ് എ റിവ്യൂ അബൌട്ട് ദി എക്സാമിനേഷൻ സോ ഐ തോട്ട് ഓഫ് ഹാവിംഗ് എ ഡിസ്കഷൻ ഓൺ സച്ച് സോർട്ട് ഓഫ് എൻ എക്സാം മോഡൽ കാർഡ് അപ്പോൾ നമുക്ക് ഈ റീസെൻറ്റ് എക്സാം എന്നായിരുന്നു ഈ സാറ്റർഡേ ദാറ്റ് ഈസ് ഓൺ ദി 6th of July എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ തോട്ട് ഓഫ് ഡിസ്കസിങ് എ റോൾ പ്ലേ കാർഡ് വിച്ച് ആക്ച്വലി ദ കാൻഡിഡേറ്റ്സ് ഗോട്ട് ഫോർ ദി എക്സാം ഞാൻ അതിൻ്റെ ഒരു മോഡൽ കാർഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനത്തെ ആയിരുന്നു വന്നതെന്നുള്ള സിറ്റുവേഷനും കൂടി ഡിസ്കസ് ചെയ്യും അറ്റ് ദ സെയിം ടൈം ഞാൻ അതിൻ്റെ ഒരു മോഡലാണ് എടുത്തിരിക്കുന്നത് ഓക്കെ സോ the exam was actually coming to the speaking module. So നമ്മുടെ candidates എല്ലാം പറഞ്ഞത് the same kind of warm up questions were being repeated. But ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒന്നും direct ആയിട്ടുള്ള questions ആയിരിക്കില്ല. Don't expect a kind of direct question like why did you choose nursing എന്ന് ആരും ചോദിക്കാൻ പോകുന്നില്ല. And they'll be like asking you in a different manner. Indirect mannerലായിരിക്കും അവർ questions ചോദിക്കുക. We have to be prepared with it. And coming to the rest of the thing ഈ പറഞ്ഞ പോലെ തന്നെ yes, hello, good morning everyone. Hi Anu, good morning. Hi Ramya, and hi, good morning. Yes, so warm up പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് നത്തിങ് ന്യൂ വാസ് ആസ്ക്ഡ് ഇൻ ദിസ് പർട്ടിക്കുലർ ഇൻ ദിസ് ടൈം ആൻഡ് ഓൾസോ എവറി ടൈം ദേ ആർ ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻസ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ അതായത് ഒന്നും ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് രീതിയിലാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് ആൻഡ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പോലത്തെ റോൾ പ്ലേ കാർഡ്സ് തന്നെയാണ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് ഒരെണ്ണം ഒരു നോൺ കേസ് ആയിരുന്നു നമ്മൾ കൺഫേം കീവേഡ് വെച്ചിട്ടുള്ള കുറേ കേസസ് നോക്കിയിട്ടുണ്ടല്ലേ കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ് എന്ന് പറയുന്ന ഒരു റോൾ പ്ലേ ആയിരുന്നു ഫസ്റ്റ് റോൾ പ്ലേ ആൻഡ് ഇറ്റ് വാസ് known case also അപ്പോൾ നമ്മൾ ഓൾറെഡി കൺഫേം കീവേഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ റോൾ പ്ലേ കാർഡ്സ് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഐ ഹവ് ബോട്ട് യു ഇപ്പോൾ റീസെൻ്റ്ലിയും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ കൺഫേം ടാസ്ക് വരുന്നത് അപ്പോൾ കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ് എന്ന് പറഞ്ഞ റോൾ പ്ലേ ആയിരുന്നു ഫസ്റ്റ് വൺ വിച്ച് വാസ് ആക്ച്വലി എ നോൺ കേസ് അപ്പോൾ ക്ലൈൻറ്റ് ഇൻസേർഷനെ പറ്റിയിട്ടുള്ളതായിരുന്നു ആ ഒരു കേസ് എന്ന് പറയുന്നത് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സംതിങ് വിച്ച് ഐ തോട്ട് ഓഫ് ഡിസ്കസിങ് വിത്ത് യു യെസ് ഹായ് ഗുഡ് മോർണിംഗ് പ്രിൻസി Okay, so the second card was actually a home visit and നമ്മൾ ഇതുപോലത്തെ ഒരു കേസ് നേരത്തെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഡിസ്കഷൻ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സോ ഐ വോണ്ട് യു പീപ്പിൾ ടു കമൻറ്റ് ഡൗൺ വാട്ട് കൈൻഡ് ഓഫ് ഇൻട്രൊഡക്ഷൻ യു വിൽ ഗീവ് ഇൻ ദിസ് പർട്ടിക്കുലർ റോൾ പ്ലേ കാർഡ് ഓക്കെ discussion ആണ് അതുകൊണ്ട് തന്നെ I want you people to make the responses your valuable responses so it's a home visit so could you please go through the card very quickly and let me know what you got and how are you going to start this particular conversation so in the nurse part in the scenario that is in the background it has been mentioned that you are visiting a 50-year-old patient who has had fever and cough for the past 2 weeks his or her GP asked you to assess the patient, you have examined the patient. So I want you people to let me know how are you going to start this particular conversation. Yes, have you gone through the role play card? So I just want you people to get, let me know how will you start this particular case. Hi Nijita, good morning. Hi Siji. Sorry for disturbing in between since these people have wished me. I feel it's very important for me to wish them back. Sorry for that. Hi Siji, good morning. Anusha, good morning. Hi Parthiv, good morning. Hi Shari, good morning. Everybody, good morning. Yes, Anusha has made her first comment. Thank you for examine to you. എന്നാണ് അനുഷ പറഞ്ഞിട്ടുള്ളത്
Anyone else would like to make a comment on this particular role play card? How are you going to start this particular conversation? See, ഇതുപോലത്തെ തന്നെ ഒരു മോഡൽ കാർഡാണ് നമുക്ക് ഈ കഴിഞ്ഞ ജൂലൈ 6th സാറ്റർഡേ നടന്ന എക്സാമിൻ്റെ റോൾ പ്ലേ കാർഡ് വന്നത്. ഫസ്റ്റ് കാർഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ, ഒരു നോൺ കേസ് ആയിരുന്നു. കൺഫേം റീസൺ ഫോർ പേഷ്യൻറ്റ് വിസിറ്റ് എന്ന് പറയുന്നത് കൺഫേം റീസൺ ഫോർ യോർ വിസിറ്റ് എന്ന് പറയുന്ന റോൾ പ്ലേ കാർഡായിരുന്നു. ആൻഡ് സെക്കൻഡ് സിനാരിയോ സെയിം ഇതുപോലത്തെ ഒരു സിനാരിയോ ആണ് വന്നത്. സോ ഐ വോണ്ട് you people to let me know how are you going to start. Confirm patient name before starting role play. Very good, Shruti. That is something very important we need to carry out. Very good. Then Trisiyama has commented, thank you Mr. X for allowing me to examine you. Very good. Anu just examined the case aanu paranju. Thank you for allowing me to examine you ennu parnittunde. Thank you for allowing me to examine you. Rashmi also, thank you for allowing me to examine you. Alina, okay. Hi, good morning, Alina. Parthiv also, thank you for allowing me to examine you. Okay. എല്ലാവരും ആ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ adding these comments. I felt really happy. You people have got an idea regarding how to start this particular case. Even though it is a home visit, we won't be starting this case just like a home visit. There is no importance of the introduction of home visit here. Actually, ഹോം വിസിറ്റിൻ്റെ റെലവൻസ് ഇവിടെ എന്താണ്? ഇറ്റ്സ് ദ സെറ്റിംഗ് അല്ലാതെ ഇവിടെ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് വരുന്നുണ്ടോ ഹോം വിസിറ്റിന്? ആക്ച്വലി നോ, ദർ ഇസ് നോ അതർ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഹോം വിസിറ്റ് സെറ്റിംഗ് ഹിയർ. സോ നമ്മൾ ഹോം വിസിറ്റിൻ്റെതായിട്ടുള്ള വേറെ ഒരു എറ്റിക്വറ്റ്സ് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല. വിൽ ബി ജസ്റ്റ് ഫോളോയിങ് വിത്ത് ദി ജസ്റ്റ് എക്സാമിൻഡ് കേസ്. വെരി ഗുഡ് എവ്രിബഡി, താങ്ക് യു സോ മച്ച്. യു പീപ്പിൾ ആർ ഹിയർ വിത്ത് മീ. അപ്പോൾ എക്സാമിന് വന്ന കാർഡ് എങ്ങനത്തെ ആയിരുന്നു എന്ന് ഞാൻ ജസ്റ്റ് ഒന്നൊരു ബ്രീഫ് ഐഡിയ തരാം. സോ ഇറ്റ് വാസ് എ ഹോം വിസിറ്റ് ആൻഡ് യു ആർ ഗോയിങ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് എ പേഷ്യൻറ്റ് ആൻഡ് ദ പേഴ്സൺ യു ആർ ഹിയർ ടു ചേഞ്ച് ദ വൂണ്ട് ഡ്രസ്സിങ്. പേഷ്യൻ്റെ വൂണ്ട് ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യാൻ വന്ന നഴ്സായിരുന്നു. ആൻഡ് അതിനകത്ത് കാർഡിൽ പറഞ്ഞിരുന്ന വേർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ so this was the thing which was mentioned in the last line. You have cleaned the patient's wound. മനസ്സിലായോ? അവിടെ എക്സാം ഉണ്ടെന്നോ അസസ്ഡ് എന്നോ അതുപോലെ തന്നെ കംപ്ലീറ്റഡ് പ്രീ ഓപ്പറേറ്റീവ് ചെക്കനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരൊറ്റ വേർഡിൽ നിന്നാണ് ആക്ച്വലി നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത്. എന്തായിരുന്നു ആ വേർഡ്? യു മൈറ്റ് ഹവ് നോട്ടീസ് യു ഹാവ് ക്ലീൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ക്ലീൻഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. ഇറ്റ്സ് സംതിങ് ആൻ ആക്ട് വിച്ച് ഇസ് ഓൾറെഡി ബീൻ ക്യാരീഡ് ഔട്ട്. എപ്പോഴും എക്സാമിൻഡ് എന്ന് പറയുന്നൊരു വാക്ക് തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഞാൻ നേരത്തെയും എൻ്റെ ഈ കഴിഞ്ഞ ലൈവ് സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജസ്റ്റ് എക്സാമിൻ്റെ കേസസിനെ പറ്റിയിട്ട് നമ്മളൊരു ബ്രീഫ് അല്ല, വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ക്യാരി ഔട്ട് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ജസ്റ്റ് എക്സാമിൻ്റെ കേസിന് മാത്രം നിങ്ങൾ എടുക്കരുത്, വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് മാത്രം കൺസിഡർ ചെയ്താൽ മതി ഈ ഒരു കേസിനെ. സോ എന്ന് പറയാനുള്ള കാരണം, നോട്ട് എവറി ടൈം യു വിൽ ബി ഗെറ്റിംഗ് ദിസ് സോർട്ട് ഓഫ് എ സിറ്റുവേഷൻ ലൈക്ക് എക്സാമിൻഡ് എന്ന് പറഞ്ഞ ഈ വേർഡ് തന്നെ ഇവിടെ വരണമെന്നില്ല. ഇറ്റ് മൈറ്റ് ബി ലൈക്ക് ഇറ്റ് മേ ബി ചെക്ഡ് എന്നാവാം, ഓക്കെ, അസസ്ഡ് എന്നാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലീൻഡ്. സി ഇറ്റ് ഇസ് മെൻഷൻ ഹിയർ യു ഹാവ് ക്ലീൻഡ് ദ പേഷ്യൻസ് വൂണ്ട്. ദറ്റ് ഗീവ്സ് എൻ ഐഡിയ ദാറ്റ് യു ഹാവ് ഓൾറെഡി kind of met the patient and you have carried out the cleaning procedure. Confirm the case first. I just completed your examination. Thank you for this. Okay, yes, Deepa. Okay, Deepa has already commented and Mijo John has also commented. Thank you for letting me to examine you. Very good. Yes, see, ആ ഒരൊറ്റ വേർഡ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാമിൻഡ് എന്നൊരു വേർഡ് നിങ്ങൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യരുത്. ദർ ആർ അതർ വേർഡ്സ് ഓൾസോ. സി ഓൾവേസ് ലുക്ക് ഫോർ ദ വേർഡ് വിച്ച് ഇസ് ഗിവിംഗ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് സംതിങ് ഇസ് വിച്ച് ഇസ് ഓൾറെഡി ബീൻ ക്യാരീഡ് ഔട്ട്. എന്തോ ഒരു ആക്ട് ഓൾറെഡി കഴിഞ്ഞ ഒരു ആക്ടിനെ പറ്റി മെൻഷൻ ചെയ്യുമ്പോൾ അതെന്ത് കേസായി? അത് വിതൗട്ട് ഇൻട്രൊഡക്ഷൻ കേസായി. ഈ ജസ്റ്റ് എക്സാമിൻഡ് എന്ന് തന്നെ പറയുന്നൊരു വേർഡ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. അപ്പോൾ എക്സാമിന് വന്ന വേർഡിങ്സ് ഇതായിരുന്നു. You have cleaned the patient's wound, which again gives an indication that some act which has already been carried out. So I hope you got an idea regarding this thing. So as you people have commented down, what is the first important thing that you're supposed to do when you'll be getting a without introduction case? നമ്മൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We need to ask the patient's name. So we'll be going with the patient's name. And when do we do this? During the
3 minutes preparation time. ആ 3 minutes preparation ടൈമിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പേഷ്യൻ്റ് നെയിം ചോദിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ സെറ്റിംഗ് സിനാരിയോ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഇൻഫർമേഷനാണ് ടൈപ്പ് ഓഫ് കേസ്. കേസ് എന്താണെന്നുള്ളത്. വൺസ് യു ഐഡൻറ്റിഫൈ ദ കേസ്, ഐ വോണ്ട് യു പീപ്പിൾ ടു ലുക്ക് ഇൻ ടു ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ കേസിന് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പോകണം എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ക്ലിയർ പിക്ചർ വന്നിരിക്കണം. സി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കമ്മിങ് ടു ദിസ് പർട്ടിക്കുലർ സിനാരിയോ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സോ യു ആർ വിസിറ്റിംഗ് എ 50-year-old patient who has had fever and cough for the past 2 weeks. അപ്പോൾ പേഷ്യൻ്റെ സിറ്റുവേഷൻ എന്താണ്? ദ പേഴ്സൺ ഇസ് ഹാവിങ് ഫീവർ ആൻഡ് കഫ് and his or her GP has asked you to assess the patient. പേഷ്യൻറ്റിനെ അസസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. And now it is also the most important thing it is mentioned here is you have examined the patient. നമ്മൾ ഓൾറെഡി പേഷ്യൻറ്റിനെ എന്ത് ചെയ്തു? എക്സാമിൻ ചെയ്ത് കഴിഞ്ഞു. Okay, Raju Yohanan, ma'am, please could you do a role play taking blood sample before putting peripheral catheter line? Definitely, I have made a note of this thing, and I'll definitely make sure that I'll be doing this thing, this particular role play in the next session, Raju. Okay. Yes, Emmeline has commented, good morning madam, I got 317 speaking about your class, madam. Thank you so much. Okay, thank you so much, Emmeline. Thank you so much. I'm really glad. As I always used to say, I'm really glad and I'm really happy that you came here in the live and mentioned and shared your happy news with all of us to hear. Congratulations for your, for achieving a great score in speaking. Thank you for informing also. I'm really glad about you, Emmeline. Thank you. യെസ്, സോ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എക്സാമിൻ്റെ കേസിനെ പറ്റിയിട്ടാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരത്തെ തന്നെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലുക്ക് ഫോർ ദിസ് തിങ്. ഇപ്പോൾ പേഷ്യൻറ്റ് ആദ്യമേ തന്നെ നമ്മൾ കേസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ പ്രിപ്പറേഷൻ ടൈമിൽ പേര് ചോദിക്കേണ്ടതാണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. ആൻഡ് ഇവിടെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ പേഷ്യൻ്റെ നെയിം എന്ത് ചെയ്യണം? ചോദിച്ചിരിക്കണം അല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് കേസ് ഫോൾസ് അണ്ടർ എ വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ. നമ്മൾ 3 കേസിലാണ് പേഷ്യൻ്റ് നെയിം ഡ്യൂറിങ് പ്രിപ്പറേഷൻ ടൈം ചോദിക്കുക അല്ലേ? ഏതൊക്കെയാണ് ആ കേസ്? ഒന്ന് നോൺ കേസിൽ ചോദിക്കും. ആൻഡ് ഓൾസോ വിൽ ബി ആസ്കിങ് ദ പേഷ്യൻസ് നെയിം ഡ്യൂറിങ് ദിസ് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ ലൈക്ക് വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ കേസിൽ ചോദിക്കും. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ഹോം വിസിറ്റിലും ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മുടെ ഇന്നത്തെ കോൺവെർസേഷനിൽ നമുക്ക് ഇന്നത്തെ പേഷ്യൻ്റെ പേര് നമുക്ക് അലക്സ് എന്ന് കൺസിഡർ ചെയ്യാം. Okay, so today we are going to meet Alex, or you have already examined Alex. ഇനി നമ്മൾ ഈ കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ജസ്റ്റ് ലൈക്ക് മോസ്റ്റ് ഓഫ് യു ഹാവ് മെൻഷൻ, we will be saying thank you for allowing me to examine you, Alex. Thank you for allowing me to examine you, Alex. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയായിരിക്കും നമ്മൾ ഈ കേസ് സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് you people know that it is very important that we give a appropriate introduction. So thank you for allowing me to examine you, Alex. ഇനി എന്താണ് നോക്കിക്കേ, coming to the very first task. So this is the first task, confirm the findings. So now we are going to tell or let them know what we have already found out. So ഇനി നമ്മൾ കണ്ടുപിടിച്ച കാര്യമാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് നമ്മൾക്ക് മനസ്സിലായത്? സോ നോക്കിക്കേ, ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്? കൺഫേം ദി ഫൈൻഡിങ്സ്. ടെമ്പറേച്ചർ ഇസ് 100 degree Fahrenheit, pulse is 82 beats per minute, and also dry cough. ഇനി ഇതെങ്ങനെയായിരിക്കും നമ്മളൊരു പ്രോപ്പർ സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക? Could you please comment down? Since we are having a discussion, I want you people to make a comment on this. Could you please make a comment on this one? Okay, so Mijo has commented, as per my examination. Okay, any other suggestions? അക്ഷയ, ഹായ് മാം, ഇൻട്രോയിൽ ഹെൽത്ത് റെക്കോർഡ് ചോദിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഇവിടെ ക്യാൻ ഐ ഹാവ് യുവർ റെക്കോർഡ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണോ? ഈ ഒരു സിറ്റുവേഷനിൽ actually the GP has asked to come here, right? So definitely you will be having their health records with you because they are sending you to
this particular patient. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിനേക്കാളും ബെറ്റർ ഇസ് ലൈക്ക് you already have their information and you are making a confirmation here. അപ്പോൾ ഹെൽത്ത് റെക്കോർഡ് ചോദിക്കണം എന്ന് ഈ ഒരു സിറ്റുവേഷനിൽ നിർബന്ധമില്ല അക്ഷയ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വി ക്യാൻ താങ്ക് ദ പേഴ്സൺ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫൈൻഡിങ്സ് അവിടെ മെൻഷൻ ചെയ്യുന്നു. ക്ലിയർ ആണോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Yes, so based on my examination, yes, most of you have commented on my examination. Okay, thank you so much for the comments. So, as you have mentioned, നമ്മൾ എന്ത് ചെയ്യുന്നു, thank you for allowing me to examine you, Alex. പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് പറയാം? So, based on my examination, I found that your temperature is 100 degree Fahrenheit, your pulse rate is 82 beat per minute, and also you have dry cough. But you don't need to worry about anything, Alex, because I'm here to help you with it. So before proceeding further, I would like to gather some information about the condition. Shall I proceed with that? ഇപ്പോൾ നോക്കിയോ, നമ്മൾ ആ ഫസ്റ്റ് ടാസ്കിൽ നിന്ന് നേരെ സെക്കൻഡ് ടാസ്കിലേക്ക് ഞാൻ അതിലേക്ക് ഇറങ്ങി വന്നു. വൈ സോ? ബിക്കോസ് നമുക്ക് കവർ ചെയ്യേണ്ട ഒരു ടാസ്ക് ആണ് സെക്കൻഡ് ടാസ്ക്. യു മൈറ്റ് ഹവ് നോട്ടീസ് ഫസ്റ്റ് ടാസ്ക് ഇസ് കൺഫേം. ഇവിടുത്തെ കൺഫേം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൺഫേം ദി ഫൈൻഡിങ്സ്. നമ്മൾ കണ്ടുപിടിച്ച കാര്യം നമ്മൾ അങ്ങോട്ട് സ്റ്റേറ്റ് ചെയ്യുവാണ്. ഇവിടെ എംഫസൈസ് എന്ന രീതിയിലാണ് ആ കൺഫേം എന്ന വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. മനസ്സിലായോ? ആൻഡ് ഓൾസോ സെക്കൻഡ് കീവേഡ് എന്താണ്? ഫൈൻഡ് ഔട്ട്, വിച്ച് ഇസ് സംതിങ് വി നീഡ് ടു കവർ. അത് നമുക്കുള്ള ടാസ്ക്കാണ് അല്ലേ? ഇൻഫർമേഷൻ ഗ്യാതറിങ് കീവേഡാണ്. നമ്മൾ ഇൻഫർമേഷൻ അവരുടെ അടുത്തുനിന്ന് എന്ത് ചെയ്യണം? വാങ്ങിക്കണം. സോ ബിഫോർ പ്രൊസീഡിങ് ഫർദർ, ക്യാൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് എ ക്വാളിറ്റി കെയർ? ക്യാൻ ഐ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു യു? യെസ്, ഗുഡ് ശ്രീലക്ഷ്മി, ദാറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് ടാസ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ടാസ്കിലേക്ക് വരാം. But make sure that along with this thing, you're providing a reassurance to the person, because you are stating something which you have found, and നമ്മൾ അവിടെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കൊന്നും we are not supposed to kind of make the person feel uncomfortable. So what you can do here is you can give a reassurance. അത് പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടാസ്ക് കവർ ചെയ്തതിന് ശേഷം അവിടെ ഒരു റീഅഷുറൻസ് കൊടുക്കുക. സെക്കൻഡ് ടാസ്ക് നമ്മൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മൾക്ക് ക്യാരി ഔട്ട് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സെക്കൻഡ് ടാസ്കിലേക്ക് ഇറങ്ങി വന്നു. Okay, so based on my examination, let me just share the findings with you, what I just made a note of. So the temperature is 100 degree Fahrenheit, the pulse rate is 82 beat per minute, and also you have high dry cough. But you don't need to worry about anything, Alex, because I'm here to help you with it, and I'll definitely help you to sort out this problem. Before proceeding further, I would like to ask some details about the condition. Can I proceed with that? എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ ഇവിടെ അക്ഷയ ചോദിച്ച ഒരു ക്വസ്റ്റ്യനുള്ള ആൻസറും കൂടിയായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ഷയ സി വി ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ദ പേഴ്സൺ. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ പേഴ്സണോട് കുറച്ചും കൂടി ഹിസ്റ്ററി കളക്ട് ചെയ്യാണ്. സോ യു ഹാവ് ഗോട്ട് എൻ ഐഡിയ ദാറ്റ് നൗ വി ആർ ഗോയിങ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. സോ യു ആർ കളക്ടിങ് മോർ ഡീറ്റെയിൽസ് ഫ്രം ഹർ. സോ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ലൈക്ക് ആ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു റെക്കോർഡ് ചോദിക്കുന്നതിൻ്റെ മെഡിക്കൽ റെക്കോർഡ് ചോദിക്കുന്നതിൻ്റെ ഒരു റെലവൻസ് ഈ കേസിൽ ആക്ച്വലി വരില്ല. അക്ഷയ്ക്ക് ആ ഒരു ആ ഒരു പർട്ടിക്കുലർ തിങ് ക്ലിയർ ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇവിടെയും അറിയാം, ഹിസ്റ്ററി കളക്ഷനിൽ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒറ്റയടിക്ക് ചോദിക്കില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1-on-1 ആയിട്ടായിരിക്കും നമ്മൾ പോവുക. അതെന്താണ് അങ്ങനെ? ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി മെയ്ഡ് ദിസ് പോയിന്റ് ക്ലിയർ ടു യു. നമ്മളെല്ലാം ഒറ്റയടിക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആക്ച്വലി വാട്ട് ആർ വി ഡൂയിങ്? വി ആർ കൈൻഡ് ഓഫ് ഗിവിങ് like complex questions which is not at all appreciated. So when you are asking, നമ്മൾ സാധാരണ നിങ്ങളുടെ ആ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഓരോന്നോരോന്നായി ചോദിക്കുന്നു, നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു അല്ലേ? ആ രീതിയിൽ തന്നെ പോയാൽ മതി. ഡോണ്ട് ബി kind of in a rush. Just be relaxed and give the kind of give all the kind of answers. Ask all the questions one by one. So can I ask some questions about your condition? Well, so may I know the onset of this condition? Yes, I got an idea. So what about the duration? Well, do you have any allergy? Yes. Alexa, I just want to ask you about your past medical history. Okay, so have you tried any treatment so far? Yes, so thank you for sharing these valuable informations with me, Alex. I got a clear-cut idea regarding your condition as of now. എന്ന് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ക്ലിയർ ആയോ? സോ വാട്ട് ഐ ഡിഡ് ഇസ് ഐ വാസ് ആസ്കിങ് 1-on-1 ക്വസ്റ്റ്യൻ.
വൺ ബൈ വൺ ഓരോ ക്വസ്റ്റ്യൻസും എടുത്ത് പറഞ്ഞു. സോ അവിടെ നോക്കിക്കേ നല്ലൊരു റാപ്പോ മെയിൻറ്റെയിൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ വി ആർ നോട്ട് ഗോയിങ് ഇൻ എ റഷ്. സോ ഐ എം ടേക്കിംഗ് ഇറ്റ് very slowly so that the person will be able to kind of give answers and the conversation will be impactful. നമ്മൾ കോൺവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക rather than covering up all the points in one go. നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. മനസ്സിലായില്ലേ? സോ ഇൻ ഓർഡർ ടു നോ മോർ അബൌട്ട് യുവർ കണ്ടീഷൻ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ്. ഇസ് ഇറ്റ് ഓക്കെ വിത്ത് യു? ഓക്കെ, യെസ്. മിസ്റ്റർ അലക്സ് എന്നാണോ ഉദ്ദേശിച്ചത് ദീപ? മിസ്റ്റർ അലക്സ്, ആഫ്റ്റർ ദി എക്സാമിനേഷൻ ഐ കെയിം ടു നോ യുവർ ടെമ്പറേച്ചർ, പൾസ് ആൻഡ് ഡ്രൈ കഫ്. ഓക്കെ, യെസ്. സോ ഇവിടെ നമുക്ക് അതിന് ശേഷം എന്ത് ചെയ്യാം? ആസ് ഐ ഓൾവേസ് യൂസ് ടു മെൻഷൻ, നമുക്ക് പേഷ്യൻറ്റിനെ അക്നോളജ് ചെയ്യാം അല്ലേ? താങ്ക് യു ഫോർ ഷെയറിംഗ് ദീസ് വാല്യുബിൾ ഇൻഫർമേഷൻസ് വിത്ത് മീ. ഐ ഗോട്ട് എ ക്ലിയർ ഐഡിയ റിഗാർഡിംഗ് യുവർ പർട്ടിക്കുലർ കണ്ടീഷൻ ആൻഡ് I will definitely help you with it. So, ഇനി നോക്കിക്കേ, what are we gonna do? Describe the possibility. So, ഇവിടെ നമ്മുടെ ഫസ്റ്റ് കീവേഡ് എന്താണ്? Describe. So, can you just comment down, is describe an information gathering or an information providing keyword? Because I always, stress the fact to look into the keywords before giving a presentation. അപ്പോൾ ഡിസ്ക്രൈബ് എന്ന് പറയുന്നതും എക്സ്പ്ലെയിൻ എന്ന് പറയുന്നതും എന്ത് കൈൻഡ് ഓഫ് കീവേഡ് ആണെന്ന് പറയോ? ഇസ് ഇറ്റ് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ഓർ ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ്? ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആണോ അതോ ഇത് ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് കീവേഡ് ആണോ? ക്യാൻ യു ജസ്റ്റ് മേക്ക് എ കമൻറ്റ്? Are you people here with me? നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് കീവേഡ്സ് ആണ് വരുന്നതെന്നുള്ള കാര്യം എല്ലാവരും ഫാമിലിയർ ആണ് അല്ലേ? യെസ്, വെരി ഗുഡ്. I'm not sure with your name, but still then you have made the right comment. Yes, Rashmi also have made the right comment. ഇതൊരു ഇൻഫർമേഷൻ, വെരി ഗുഡ്. ശ്രുതി ഹാസ് ഓൾസോ മെയ്ഡ്, ചിഞ്ചു ഓൾസോ. ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആണല്ലേ? പക്ഷേ എല്ലാ ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് കീവേഡിന് മുന്നേയും നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല? ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല. സി, യു ഹാവ് ടു ലോജിക്കലി ഡിസൈൻ യുവർ റോൾ പ്ലേ. നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മളാണ് ആക്ച്വലി ഡിസൈൻ ചെയ്യേണ്ടത്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് in that why I used to mention this thing, because നിങ്ങളാണ് ഈ കോൺവെർസേഷൻ ലീഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ എവിടെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുള്ളത് യു ഹാവ് ടു ഡിസൈഡ്. Okay, yes, everybody has. Alina, Sonia, Sherry and also Annu, Siji, Dinta, Mijo എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ബിബിൻ ഓൾസോ. യെസ്, ഓക്കെ. മരിയമ്മ, എനിക്ക് മനസ്സിലായി മരിയമ്മ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആണ്. പക്ഷേ നിങ്ങൾ ലോജിക്കലി ഡിസൈഡ് ചെയ്യുക ക്വസ്റ്റ്യൻ ചോദിക്കണോ വേണ്ടോ എന്നുള്ളത്. ബിക്കോസ് എവറി ടൈം ഐ യൂസ് ടു ഹാവ് ഗെറ്റ് ദിസ് കൺസേൺ. നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദാറ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, വേർ ഷുഡ് ഐ ആസ്ക് എ കൺസേൺ എന്നുള്ളത് മിക്കപ്പോഴും ഒരു കൺഫ്യൂഷൻ ആവാറുണ്ടല്ലേ? നിങ്ങൾ തന്നെ ഈ ടാസ്കിലേക്ക് നോക്കിക്കേ. കൺഫേം, ഇത് നമ്മൾ കവർ ചെയ്യുന്നതാണ്. അടുത്തത് ഫൈൻഡ് ഔട്ട്. ഈ ഫൈൻഡ് ഔട്ടിനെ ബേസ് ചെയ്ത് മിക്കപ്പോഴും നമ്മളൊരു ഹിസ്റ്ററി കളക്ഷൻ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കീവേഡ് അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളതായിരിക്കും. നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തു, ഫൈൻഡ് ഔട്ട് മോർ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ബേസ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. ഇൻഫർമേഷൻ നമ്മൾ ഇങ്ങോട്ട് ഗ്യാദർ ചെയ്തില്ലേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യാം. ഓൾവേസ് കൈൻഡ് ഓഫ് കീപ് ദിസ് തിങ് ഇൻ മൈൻഡ്. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി. നമ്മളിങ്ങോട്ട് എടുത്തു, ഇങ്ങോട്ട് എടുത്തു, ടേക്ക് ചെയ്തു അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഇൻഫർമേഷൻ ടേക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാം. സോ ഈ ടാസ്ക് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മൾ അവിടെ വരെ, ഹാവ് യു ട്രൈഡ് എനി ട്രീറ്റ്മെൻറ്റ്? Oh well, thank you for sharing these informations with me, Alex. So I would like to describe the possibility of a whooping cough after the examination and the information that you have provided. So before proceeding with that, could you please tell me, have you heard about it? എന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്യാം. മനസ്സിലായോ? ബിക്കോസ് യു ആർ മെൻഷനിങ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വി ആർ മെൻഷനിങ് അബൌട്ട് എ മെഡിക്കൽ ടേം ഓർ എ മെഡിക്കൽ നെയിം അല്ലേ? അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതവർക്ക് ഫാമിലിയർ ആണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് അവിടുത്തെ നിങ്ങളത് ചോദിക്കുന്നുണ്ട് വലിയൊരു മിസ്റ്റേക്ക് വരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് നമ്മൾ അവിടെ ചോദിക്കുന്നൊരു ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് ഇറ്റ് ഓൾ എൻ ഇഷ്യൂ ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷണൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി. പക്ഷേ ബേസ്ഡ് ഓൺ ദ ഹിസ്റ്ററി നിങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു? അടുത്ത പോയിന്റിലേക്ക് വരുന്നു. അപ്പോൾ ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത പോയിന്റ് എന്താണ്? ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആയിരിക്കും. സോ ലെറ്റ് മീ ഡിസ്ക്രൈബ് ദ പോസിബിലിറ്റി ഓഫ് എ വൂപ്പിംഗ് കഫ്. സോ ഹാവ് യു ഹേർഡ് അബൌട്ട് ഇറ്റ്, അലക്സ്?
No worries, you don't need to worry about it, Alex. I will definitely explain to you what is a whooping cough. So it is also known as pertussis, which is a very contagious respiratory disease, and it is caused by a bacteria Bordetella pertussis. But not to frighten you, don't need to worry about anything, because I am here to help you with it, and I'll make sure that you'll be getting the adequate treatment, and you'll be curing out from this particular situation. You'll be getting a proper cure എന്ന് നമുക്കവിടെ റീഅഷ്യോർ ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു റീഅഷ്യോറൻസ് ആഡ് ചെയ്തത്? സി, ആ സിറ്റുവേഷനാണ് നമ്മൾ ഓൾവേസ് നോക്കേണ്ടത്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു ലൈവ് സെഷനിൽ പറയുന്ന കാര്യമാണ്, സ്പീക്ക് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. നമ്മൾ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന പോലെ സംസാരിക്കാൻ ശ്രമിക്കുക. Yes, well Alex, I would like to tell you about the possibilities of whooping cough. Okay, very good. യെസ്, താങ്ക് യു സോനിയ ഫോർ ദാറ്റ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഈ സിറ്റുവേഷൻ നോക്കുക. ഈ സിറ്റുവേഷൻ നോക്കിയേ, 2 ആഴ്ചയായിട്ട് പേഷ്യൻറ്റ് ഫീവർ ആൻഡ് കോഫ് ഉണ്ട്. അപ്പോൾ ആ പേഷ്യൻറ്റ് നമ്മൾ ഓൾ ഓഫ് എ സഡൻ പറയാണ്, ഞാൻ നോക്കിയിട്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് വൂപ്പിംഗ് കോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് സംതിങ് വിച്ച് മൈറ്റ് ബി കോസിങ് എ കൈൻഡ് ഓഫ് kind of a fear, or you are actually imparting a fear on the person. So what you can do here is, I request all of you to speak according, be situational speakers. ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന പോലെ സംസാരിക്കാൻ ശ്രമിക്കുക. ഇവിടെയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡിസീസ് കണ്ടീഷനെ പറ്റിയിട്ട് പറയുന്നതുകൊണ്ട് അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റീഅഷ്യോറൻസ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. പ്രൊവൈഡ് എ റീഅഷ്യോറൻസ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് എ റീഅഷ്യോറൻസ് വിച്ച് യു ഹാവ് നോട്ട് പ്രൊവൈഡഡ് ബിഫോർ. അങ്ങനത്തെ ഒരു റീഅഷ്യോറൻസ് ആയിരിക്കണം നിങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളൊരു റീഅഷ്യോറൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തു. സോ വാട്ട് ഈസ് ദി അതർ തിങ്? അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ക്ലാരിഫിക്കേഷനൂടെ സീക്ക് ചെയ്യാം. എന്തിനാണ് നമ്മളവിടെ ക്ലാരിഫൈ ചെയ്യുന്നത്? ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് അവരോട് ചോദിക്കുന്നു. അതതിൻ്റെ സ്ട്രക്ചറിങ്ങിൻ്റെ ഭാഗം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ സംസാരിച്ച് പോകുന്നത് അവോയ്ഡ് ചെയ്യാനും അത് സഹായിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അവിടെ കവർ ചെയ്തു ആ ഒരു പോയിന്റ്. അതിനുശേഷം റീഅഷ്യോറൻസ് കൊടുത്തു, അവർ ക്ലാരിഫിക്കേഷൻ, നമ്മൾ പറഞ്ഞ അത്രയും അവർക്ക് സെൻസിബിൾ ആയോ, അവർ നമ്മളോടൊപ്പം ഉണ്ടോ എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, അടുത്തതിലേക്ക് വരുമ്പോൾ എന്താണ്? ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? എന്തുകൊണ്ടാണ് നോക്കിക്കേ, അതിന് മുന്നേ ഇൻഫർമേഷൻ ഒന്നും നമ്മൾ ഗ്യാദർ ചെയ്തിട്ടില്ല, ഇൻഫർമേഷൻ ഗ്യാദറിങ് കീവേഡ്സ് ഒന്നും വന്നിട്ടില്ല. സോ വി ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ ഹിയർ. വെൽ അലക്സ്, ഡു യു ഹാവ് എനി കൺസേൺ അറ്റ് ദിസ് പോയിന്റ്? എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ എന്ന് നമുക്ക് അലക്സിനോട് ചോദിക്കാം. സോ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് അലക്സ് വിൽ ബി ആസ്കിങ് or might be asking you about the symptoms. Well, nurse, I would like to know more about the condition. Could you please brief on the symptoms of this condition? അപ്പോൾ ഞാൻ എപ്പോഴും കഴിഞ്ഞ മിക്ക ലൈവിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് കിട്ടുന്നൊരു റെസ്പോൺസ് അതെങ്ങനത്തെ ആയിരിക്കും? 2 സെറ്റ് ഓഫ് റെസ്പോൺസ് ആയിരിക്കും. നിങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടിരിക്കുന്ന നേരത്തെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി റീക്യാപ്പ് ചെയ്യുകയാണ്. പുതിയതായിട്ട് വരുന്നവർക്കൊരു ന്യൂ നോളജും കൂടി പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് വരുന്ന റെസ്പോൺസസ് എങ്ങനെയായിരിക്കും? ഈ റെസ്പോൺസസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 2 കൈൻഡ്സ് ഓഫ് റെസ്പോൺസസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, കൺസേൺ ചോദിക്കുമ്പോൾ കിട്ടുന്ന റെസ്പോൺസസ്, ഒന്ന് ഈഗർനെസ് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും, മറ്റേതെന്താണ്? ആൻസൈറ്റി. ഓക്കെ, 2 തരത്തിലുള്ള റെസ്പോൺസസ്. ആൻസൈറ്റി ആണെന്നുണ്ടെങ്കിൽ, വെൽ ഐ എം റിയലി വറീഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ നഴ്സ്, ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് ദ സിംറ്റംസ് ഓഫ് ദിസ് കണ്ടീഷൻ ബിക്കോസ് ഐ എം ഗെറ്റിംഗ് ടു മച്ച് വറീഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഒരു സിമ്പത്തിയാണ്, സിമ്പത്തി ഫ്രം ദ പേഷ്യൻറ്റ്. വെൽ ഐ ക്യാൻ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ അലക്സ്, നത്തിങ് ടു വറി അബൌട്ട് ദിസ്, ആസ് ഐ ഹവ് ഓൾറെഡി മെൻഷൻ, ഐ എം ഹിയർ വിത്ത് യു. And when the person is expressing an eagerness, well nurse, I got an idea about the condition, I want to know the symptoms എന്ന് പറഞ്ഞതിൽ അവിടെ എവിടെയെങ്കിലും ഒരു ആൻസൈറ്റി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടോ? നോ, ദ പേഴ്സൺ ഇസ് നോട്ട് അറ്റ് ഓൾ ആൻഷ്യസ് അല്ലേ? ഇവിടെ പേഷ്യൻറ്റ് വേണ്ട ഒരു കാര്യം എന്താണ്? ദേ വോണ്ട് ടു നോ മോർ. അപ്പോൾ അവിടെ ഒരു കാര്യങ്ങൾ അറിയാനുള്ള ഈഗർനെസ് ആണുള്ളത് അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യൻറ്റിനെ അപ്രിഷിയേറ്റ് ചെയ്യാം. വെൽ അലക്സ്, I really appreciate you for asking this question. That is a valuable concern from your side, Alex. എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്രിഷിയേറ്റ് ചെയ്യാം. So whenever the person is expressing an eagerness, appreciate the person. On the other hand, when the person is expressing an anxiety to you, you're supposed to sympathize with the person. ഈ ഒരു സിറ്റുവേഷനിൽ അപ്പം എന്തായിരിക്കും? ആ സിറ്റുവേഷൻ വെച്ചിട്ടൊന്ന് നോക്കി, നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്ന റെസ്പോൺസ്? Any wild guesses from your side? ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പേഷ്യൻ്റ് ഒരു ഈഗർനെസ് ആണോ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്, ഓർ ആൻ ആൻസൈറ്റി? വാട്ട് ഡു യു എക്സ്പെക്ട് ഇൻ ദിസ് സിറ്റുവേഷൻ? എനി വൈൽഡ് ഗെസ് ഫ്രം യുവർ സൈഡ്? ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ്.
എനി വൈൽഡ് ഗെസ് ഫ്രം യുവർ സൈഡ്? ഒരു ഈഗർനെസ് ആവാനാണോ ചാൻസ്, അതോ ആൻസൈറ്റി ആവാനാണോ ചാൻസ് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ? Are you people thinking about it? Yes, finally Priya had made. Thank you, Priya. So, there are chances the patient might be feeling anxious, right? അപ്പോൾ ആൻസൈറ്റി ആവാനുള്ള ചാൻസസ് ആണ്. യെസ്, മിജു ഓൾസോ. താങ്ക് യു, മിജു. ഓക്കെ, മരിയാമ്മ പറഞ്ഞു ഈഗർനെസ് ആവാനാണ് കൂടുതൽ ചാൻസ്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 2 വീക്സ് ആയിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മേ ബി പേഷ്യൻറ്റ് കൂടുതലും എന്തായിരിക്കും, ആൻസൈറ്റി ഉണ്ടാവാനായിരിക്കും ചാൻസ് അല്ലേ? അല്ലെങ്കിൽ ഈഗർനെസ്, നിങ്ങൾ പറയണ പോലെ അവരുടെ റെസ്പോൺസ് നിങ്ങൾ ശ്രദ്ധിക്കുക, അവരേത് രീതിയിലാണ് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഈഗർനെസ് ആണോ ആൻസൈറ്റി ആണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആ പേഴ്സൺസ് പറയുന്നതിൽ ഐ എം വറീഡ് അബൌട്ട് ദിസ് തിങ്, ഐ വോണ്ട് ടു നോ ദ സിംറ്റംസ്, അവിടെ ആൻസൈറ്റി ആയി. ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് ദ സിംറ്റംസ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഈഗർനെസ് ആയി. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന റെസ്പോൺസ് നിങ്ങൾ പർട്ടിക്കുലർലി ശ്രദ്ധിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ടുവേർഡ്സ് നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് പോവാം. സോ ഐ റിയലി അപ്രിഷിയേറ്റ് എന്നോ അല്ലെങ്കിൽ ഐ കൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ എന്നോ പറഞ്ഞു. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ദ സിംറ്റംസ് ഓഫ് ദിസ് കണ്ടീഷൻ, ദാറ്റ് ഇസ് എ വൂപ്പിംഗ് കഫ് വിച്ച് ഇൻക്ലൂഡ്സ്. അപ്പോൾ അതിനകത്ത് എന്താണ് ഉള്ളത് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി വിച്ച് ഇൻക്ലൂഡ് എന്ന് ഞാനവിടെ ഞാനവിടെ ചേർത്തിട്ടുണ്ട്. വിച്ച് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് വരുന്നത്? സോ വിച്ച് ഇൻക്ലൂഡ് എന്തൊക്കെയുണ്ട്? സോ ഹൈ ടെമ്പറേച്ചർ, ഫ്രീക്വൻറ്റ് കഫ്, ബ്രീതിങ് ഡിഫിക്കൽട്ടി, റണ്ണി നോസ്, സൈനോസിസ്, സ്ലീപ്ലെസ്നെസ് ആൻഡ് ഓൾസോ തേഴ്സ്റ്റി ആൻഡ് മസിൽ വീക്ക്നെസ്. ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കിക്കേ, ആൻഡ് ചേർത്തപ്പോൾ അതിൻ്റെ ഒരു നിങ്ങൾക്കൊരു ഇമ്പാക്റ്റ് കിട്ടിയോ? മൊത്തത്തിനകത്ത് 2 ആൻഡ് ഞാൻ അവിടെ പറഞ്ഞു. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഐ വോണ്ട് യു പീപ്പിൾ ടു അവോയ്ഡ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഹവ് നോട്ടീസ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സെൻറ്റൻസിന് കുറച്ചും കൂടി കംപ്ലീഷൻ, അതായത് വായിക്കല്ലാന്ന് തോന്നാൻ വേണ്ടി ആൻഡ് ചേർക്കും. പക്ഷേ അതിനൊരു എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് ഇല്ല. നിങ്ങൾ അവിടെ നിങ്ങളുടെ വോയിസ് ഇൻറ്റോണേറ്റ് ചെയ്താൽ മതി. വെൻ എവർ യു ആർ എക്സ്പ്ലെയിനിങ് സംതിങ് ആൻഡ് സിംറ്റം ഒക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ സൈൻ പോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ്ലി സെക്കൻഡ്ലി ഒന്നും ഇവിടെ പോസിബിൾ അല്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, വോയിസ് ഇൻറ്റോണേറ്റ് ചെയ്യുക. ദർ ആർ സർട്ടൻ സിംറ്റംസ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു, വിച്ച് ഇൻക്ലൂഡ് ഹൈ ടെമ്പറേച്ചർ, ഫ്രീക്വൻറ്റ് കഫ്, ബ്രീതിങ് ഡിഫിക്കൽട്ടി, റണ്ണി നോസ്, സൈനോസിസ്, sleeplessness, feeling thirsty and also muscle weakness. ഇപ്പോൾ എൻ്റെ വോയിസ് ഇങ്ങനെ പോകുന്നുണ്ടോ, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോകുന്നുണ്ട്. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ഫോക്കസ് ഓൺ ദിസ് തിങ്. അപ്പോൾ ഞാനവിടെ ഹാവ് എന്ന് പറഞ്ഞ് സ്ട്രെസ് ചെയ്തു കേട്ടോ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഒരുപാട് ആൻഡ് ചേർത്ത് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. സിംറ്റം ആകുമ്പോൾ നമുക്ക് എന്തായാലും സൈൻ പോസ്റ്റിംഗ് മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ പ്ലീസ് ഫോക്കസ് ഓൺ ദിസ് തിങ്. സോ മിജു ഓൾറെഡി കമൻറ്റ് ചെയ്തു, ഡു യു ഹാവ് എനി ഓഫ് ദ സിംറ്റംസ്? കാരണം ഫൈൻഡ് ഔട്ട് ദ റെലവൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഫൈൻഡ് ഔട്ട് എന്നൊരു കീവേഡ് നിങ്ങളവിടെ കാണുന്നുണ്ടോ? സി, ഇങ്ങനെ ടാസ്ക് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് യു പീപ്പിൾ ടു മേക്ക് എ നോട്ട് ഓഫ് ദ കീവേഡ് ഓവർ ദേ. ആ കീവേഡ് നോട്ടീസ് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ദ റെലവൻറ്റ് സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ കുഡ് യു പ്ലീസ് ടെൽ മീ, ഡു യു ഹാവ് എനി ഓഫ് ദീസ് സിംറ്റംസ്? അപ്പോൾ നമുക്ക് അവിടെ ചോദിക്കാം. അത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതാണ് അല്ലേ. സോ വെൽ അലക്സ്, ഐ വോണ്ട് ടു നോ, ഡു യു ഹാവ് എനി ഓഫ് ദീസ് സിംറ്റംസ് എന്ന് നമ്മളവിടെ ആ ഒരു പേര് ഇൻക്ലൂഡ് ചെയ്യുക. അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. സി, നമ്മുടെ കോൺവെർസേഷൻ എല്ലാവർക്കും കോൺവേഴ്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒരു വ്യത്യാസം എങ്ങനെയാണ് കൊണ്ടുവരിക എന്നാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എല്ലാം എപ്പോഴും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? സി, അതിന് ഇമ്പാക്റ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതാണ് ഞാൻ ഒരു സ്ട്രാറ്റജി പറഞ്ഞ റെസ്പോൺസസിന് വേണ്ടിയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കുക. സെക്കൻഡ് തിങ്, നമ്മൾ ആ പേര് ഇൻക്ലൂഡ് ചെയ്യുക. അതെല്ലാവരും പറയണ കാര്യമാണ്. പക്ഷേ ആ പേര് ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടേക്കാണ്, മൊത്തത്തിൽ അങ്ങ് ഇൻക്ലൂഡ് ചെയ്യുന്നതിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല. ഓക്കെ, എവിടെയൊക്കെ ആപ്റ്റായിട്ട് നമുക്ക് സിറ്റുവേഷൻ വൈസ് ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാം. വെൽ, കുഡ് യു പ്ലീസ് ടെൽ മീ അലക്സ്, ഡിഡ് യു നോട്ടീസ് എനി ഓഫ് ദ സിംറ്റംസ് ഇൻ യുവർ കേസ് എന്ന് നമ്മളെവിടെ എൻക്വയറി ചെയ്തു. ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ വിത്ത് ദ നെക്സ്റ്റ് ടാസ്ക്, ഡിസ്കസ് ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. അപ്പോൾ നോക്കിക്കേ, നമ്മളവിടെ കുറേ കാര്യങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഔട്ട്ലൈനിങ് കുറച്ചും കൂടി ഇമ്പാക്റ്റ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റണ ഒരു മെത്തേഡ് എന്താണെന്ന് നിങ്ങൾ എനിക്കൊന്ന് സജസ്റ്റ് ചെയ്യൂ. ഇപ്പോൾ റീഡിങ്, ലിസ്ണിങ്, ആൻസേഴ്സ് ഒക്കെ നമ്മൾ പല രീതിയിൽ പല സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ സ്പീക്കിങ്ങിന് നമുക്ക് ആക്ച്വലി സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്ട്രെച്ച് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയായിരിക്കും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക? അതെനിക്കൊന്ന് കമൻറ്റ് ചെയ്യോ. ഹൗ വിൽ യു ഡു ദാറ്റ്?
I just want you people to make a comment on it. And ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞു അല്ലേ. അവിടെ ഞാൻ അടുത്തൊരു ഇൻഫർമേഷൻ ഇവിടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് ഉള്ള ഒരു പോയിന്റ് ആയിരിക്കണം. മനസ്സിലായോ? ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഗ്യാദർ ചെയ്ത കണ്ടീഷനെ പറ്റിയിട്ടാണ്. ആൻഡ് ആ സെയിം കാര്യം തന്നെ കണ്ടീഷനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ നെക്സ്റ്റിൽ പ്രൊവൈഡ് ചെയ്തത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആക്ച്വലി ഈ പോയിന്റ് എൻഡ് ചെയ്യുവല്ലേ, സിംറ്റം വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പോയിൻ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ പോയിന്റ് ചോദിച്ചു, ഡിഡ് യു നോട്ടീസ് ദ റെലവൻസ് ഓഫ് എനി ഓഫ് ദിസ്? സോ വെൽ ഐ ഹാവ് ദീസ് സിംറ്റംസ് ആൻഡ് മേ ബി അവർ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഐ ഹാവ് നോട്ടീസ് ഓൾ ദീസ് തിങ്സ് നഴ്സ് ആൻഡ് ഐ എം റിയലി വറീഡ്, ഐ വോണ്ട് ടു നോ ദ ട്രീറ്റ്മെൻറ്റ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിലേക്ക് വന്നു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, ഞാൻ എല്ലാവരെയും ശ്രദ്ധ ഇവിടേക്ക് വീണ്ടും ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. സോ ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, വെൽ ഐ ഹാവ് സിംറ്റംസ് ലൈക്ക് ഹൈ ടെമ്പറേച്ചർ, ഫ്രീക്വൻറ്റ് കാഫ് ആൻഡ് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഇൻ അസ് എന്ന് പറഞ്ഞ് അവർ എൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങണം. മനസ്സിലായോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ തന്നെ ഇപ്പം നേരത്തെ അതിന് മുന്നേ ഞാൻ ഒന്നുകൂടി പറയാണ്, അതിന് മുന്നേ നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്തു തന്നു. ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഗീവ് ആൻഡ് ടേക്ക് പോളിസി ആവണം. അപ്പോൾ നമ്മൾ ടേക്ക് ചെയ്ത സ്ഥിതിക്ക് അടുത്ത എന്തായിരിക്കണം, നമ്മൾ ഗീവാണ്, നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സിറ്റുവേഷൻ എപ്പോഴും ഒരു സെയിം ഡിസീസ് അല്ലെങ്കിൽ ഒരു സെയിം പോയിന്റിലായിരിക്കണം. ഇവിടെ നോക്കിക്കേ, നമ്മൾ ഡിസീസ് കണ്ടീഷനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അടുത്തത് നമ്മൾ എന്താ പറയുന്നത്, ആ കണ്ടീഷനെ ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഗീവ് ആൻഡ് ടേക്ക് ഓൺ സെയിം പോയിന്റ്. ബട്ട് ഹിയർ നോക്കിക്കേ, ഫൈൻഡ് ഔട്ട് ദ റെലവൻസ് ഓഫ് സിംറ്റം, ഫൈൻഡ് ഔട്ട് ദ റെലവൻറ്റ് സിംറ്റം. ഇവിടെ നമ്മൾ സിംറ്റമിലാണ് നിർത്തുന്നത്. പക്ഷേ അടുത്ത പോയിന്റ് തുടങ്ങുന്നത് ട്രീറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാം. ഡു യു ഹാവ് എനി ഫർദർ ക്വസ്റ്റ്യൻസ് ടു മീ? ക്ലിയർ ആവുന്നുണ്ടോ? ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇങ്ങനൊരു കൺസേൺ യൂഷ്വലി നമ്മുടെ കാൻഡിഡേറ്റ്സ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് എക്സ്പ്രസ് ചെയ്യാറുണ്ട്, വെയർ ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. എല്ലാത്തിനകത്തും ഒരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാ തവണയും ക്വസ്റ്റ്യൻ ചോദിക്കണം നിർബന്ധമില്ല. ഇറ്റ് ഇസ് യോർ വിൽ ആൻഡ് ഇറ്റ് ഇസ് ദ വേ യോർ കൈൻഡ് ഓഫ് ഓർഗനൈസിങ് ദ ടാസ്ക് ആൻഡ് യു ഹാവ് ടു ഡിസൈഡ് വേർ ഷുഡ് ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, അപ്പോൾ ആ ഇൻഫർമേഷൻ അവർ പാസ് ഓൺ ചെയ്തതിന് ശേഷം, ഡോണ്ട് വറി അലക്സ്, ഐ ക്യാൻ ഗീവ് യു മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആൻഡ് പോസിബിൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. വെരി ഗുഡ് അലക്സ്, മിജോ, താങ്ക് യു മിജോ ഫോർ ദാറ്റ്. അത് നല്ലൊരു റെസ്പോൺസ് ആണ് മിജോ അവിടെ പറഞ്ഞത്. മിജോ എന്താ പറഞ്ഞത്, സോ ഞാനതിന് പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നിനക്ക് പറഞ്ഞു തരാം എന്ന് ഇൻക്ലൂഡ് ചെയ്തു അല്ലേ. ഇനി അങ്ങനെയല്ല, ഇപ്പോൾ അവിടെ ജസ്റ്റ് പേഷ്യൻ്റ് അവിടെ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. മേ ബി പേഷ്യൻ്റ് നിങ്ങളോട് എന്ത് ചെയ്തു, ആ ഒരു സിംറ്റംസ് പറഞ്ഞു നിർത്തുന്നു. വെൽ ഐ ഹാവ് സിംറ്റംസ് ലൈക്ക് ഹൈ ടെമ്പറേച്ചർ, ഫ്രീക്വൻറ്റ് കാഫ് ആൻഡ് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഇൻ അസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മിജോ പറഞ്ഞ പോലെ തന്നെ, വെൽ ഡോണ്ട് വറി അലക്സ്, ഐ വുഡ് ലൈക്ക് ടു ഗിവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആൻഡ് ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഷാൽ ഐ പ്രൊസീഡ് വിത്ത് ദാറ്റ് എന്ന് ചോദിക്കാം. ഇനി അതല്ല, പേഷ്യൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റീഅഷുറൻസ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഡു യു ഹാവ് എനി കൺസേൺ എന്നും ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. Okay, and you decide where should I ask a question. If it is different, two different points, you may ask a question there. അപ്പോൾ സിംറ്റംസ് പറയുന്നതുകൊണ്ട് തന്നെ അഗൈൻ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു പ്രൊവൈഡ് റീഅഷുറൻസ്. അപ്പോൾ നോക്കിക്കേ, ഇത് മൂന്നാമത്തെ റീഅഷുറൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ റീഅഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക. എന്തുകൊണ്ടാണ്, എനിക്കിതെല്ലാം ഉണ്ട് നഴ്സേ എന്നാണ് പേഷ്യൻ്റ് പറയുന്നത് അല്ലേ. നമ്മുടെ പേഷ്യൻ്റ് അലക്സ് നിങ്ങളോട് പറയാണ്, വെൽ ഐ ഡു ഹാവ് ഓൾ ദീസ് കൈൻഡ് ഓഫ് സിംറ്റംസ് നഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് എ റീഅഷുറൻസ് ആൻഡ് പ്രൊസീഡ് വിത്ത് ദ നെക്സ്റ്റ് ടാസ്ക്. ഡിസ്കസ്. Yes, do you have any queries about this? Okay, very good. Yes, Sonia. Then നോക്കിക്കേ, ഡിസ്കസ് ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആൻഡ് പ്രിവെൻറ്റീവ് മെഷർ. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തൊന്ന് ട്രീറ്റ്മെൻറ്റ് ഏതാണ് ആക്ച്വലി വരുന്നത്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ, ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയിൽ വരുന്നത് ആൻറ്റിബയോട്ടിക് ആണ് അല്ലേ. ആൻറ്റിബയോട്ടിക്സിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്, എറിത്രോമൈസിൻ ആൻഡ് ക്ലാരിത്രോമൈസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം നോക്കിക്കേ, പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്, സോൾട്ട് വാട്ടർ ഗാർഗ്ലിംഗ്, മോണിറ്റർ ബ്രീതിങ്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും, അതെല്ലാം നമുക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. സോ ട്രൈ ടു ഡിഫറൻഷിയേറ്റ്, മാർക്ക് ഔട്ട് ദി കൈൻഡ് ഓഫ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഓൾ ദീസ് കൈൻഡ് ഓഫ് പോയിന്റ്സ് പ്രൊവൈഡഡ് ടു യു. സോ you don't need to worry about it, Alex. Now I would like to outline the treatment options and the preventive measures. Shall I proceed with that? Okay, at first let me just outline the treatment option, so in which we'll be providing you with antibiotics like erythromycin and clarithromycin. So have you got my point? Along with that, I would like to proceed with the preventive measures that you can focus on. Firstly,
ഇപ്പോൾ നോക്കിക്കേ, ഞാൻ അവിടെ ഡിഫറൻസസ് മാർക്ക് ഔട്ട് ചെയ്ത് കണ്ടു രണ്ടും തമ്മിൽ. ഇപ്പോൾ ഫസ്റ്റ്ലി, ടേക്ക് പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ്. I would like to encourage you to increase more fluids such as juices and soups. Secondly, salt water gargling and take adequate rest. Wash hands with soap and water. Along with that, let me inform you to monitor your breathing. If in case you feel any difficulty, I would like to explain the importance of oxygen administration if needed in such situations. So try to seek medical advice. എന്ന് നമുക്കവിടെ ഇൻക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആയോ? ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനെയും അതുപോലെ തന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സിനെയും ഞാൻ എന്ത് ചെയ്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു. രണ്ടിനെയും ഡിഫറെൻറ്റ് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തത്. ഇഫ് ഇൻ കേസ് യു ഗെറ്റിംഗ് സച്ച് സോർട്ട് ഓഫ് എ കാർഡ് ഇൻ വിച്ച് everything is mentioned, at one stretch, or is ഒറ്റ സ്ട്രെച്ചിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ it is our responsibility to mark out the difference and provide an impactful presentation. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, കാരണം ഇങ്ങനത്തെയും സിറ്റുവേഷൻസ് ഇപ്പോൾ എക്സാമിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. യൂഷ്വലി ഒരൊറ്റ പോയിന്റ് അതിനകത്ത് തന്നെ വിത്തിൻ ബ്രാക്കറ്റ്. പക്ഷേ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. അപ്പം ഞാനത് പറയാം. ക്യാൻ ഐ പ്രൊസീഡ് വിത്ത് ദാറ്റ്? അറ്റ് ഫസ്റ്റ് ഐ വോണ്ട് ടു മെൻഷൻ അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ വിച്ച് ഇൻക്ലൂഡ് വിൽ ബി പ്രൊവൈഡിങ് യു വിത്ത്, ആരാണ് ഈ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നത്? നമ്മൾ. സോ വിൽ ബി പ്രൊവൈഡിങ് യു വിത്ത് ആൻറ്റിബയോട്ടിക്സ് വിച്ച് include അല്ലെങ്കിൽ which antibiotics like erythromycin and clarithromycin. Along with that, I want to mention certain preventive measures. അവിടെ ഞാൻ സൈൻ പോസ്റ്റിംഗ് മെത്തേഡ്, ഞാൻ നിങ്ങളോട് ചോദിച്ച ആ മെത്തേഡ് ഇതായിരുന്നു. സൈൻ പോസ്റ്റിംഗ് മെത്തേഡ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഒരൊറ്റ കാര്യം ചെയ്യണം എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. വി പ്രൊവൈഡിങ് എൻ ഇൻഫർമേഷൻ റിഗാർഡിങ് മോർ ദാൻ വൺ അല്ലെങ്കിൽ മോർ ദാൻ ടു അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സൈൻ പോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സോ ഫസ്റ്റ്ലി, ടേക്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. I would like to encourage you to increase more fluids such as juices and soups. Secondly, salt water gargling and adequate rest, hand washing with soap and water. In addition to that, monitor your breathing, and I would like to explain the importance of oxygen administration if needed. So try to seek medical advice if in case you feel any difficulty regarding breathing. ബിക്കോസ് ഇവിടെ നമ്മൾ ഡിസീസ് കണ്ടീഷൻസ് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററിനെ പറ്റി ചോദിക്കുമ്പോൾ ആക്ച്വലി പേഷ്യൻറ്റിന് ഹി ഹാസ് എ ഹിസ്റ്ററി ഓഫ് COPD. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മോണിറ്റർ ബ്രീത്തിങ്ങിൻ്റെ കാര്യം മെൻഷൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് കൂടാതെ ഓൾറെഡി ഈ പെർട്ടൂസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലും എന്തുണ്ട്, ബ്രീതിങ് ഡിഫിക്കൽട്ടി വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടി പറഞ്ഞു. അപ്പോൾ ടുവേർഡ്സ് ഇവിടെ നമ്മൾ ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു മെഡിസിൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം, ബിക്കോസ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കഴിഞ്ഞ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലാരിഫിക്കേഷൻ സീക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ യു ഫോളോയിങ് മൈ വേർഡ്സ് എന്ന് ചോദിക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അഡ്വൈസസ് കൊടുത്തതിന് ശേഷം, പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ പറ്റി ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ചോദിക്കേണ്ട എന്താണ്, അവരത് ചെയ്യാൻ, അവർ ഈ പറയുന്നത് ഫോളോ ചെയ്യാൻ ഓക്കെ ആണോ? ഓൾവേസ് ഹാവ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾസോ സജഷൻ ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ ഞാൻ ഫ്രേസ് എന്ന് പറയാം. ക്ലാരിഫിക്കേഷൻ എന്താണെന്നും സജഷൻ ഫ്രേസസ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഫ്രേസസ് എന്താണെന്നുള്ളതും തമ്മിൽ ഒരു ഡിഫറൻസ് വേണം. ആം ഐ ക്ലിയർ ടു യു ഇസ് എ ക്ലാരിഫിക്കേഷൻ ഫ്രേസ്. അത് തന്നെ എല്ലാത്തിലും അങ്ങ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം ചില സിറ്റുവേഷൻസിൽ നമ്മൾ അവരോട് റെക്കമെൻഡേഷൻസ് കൊടുക്കും, സജഷൻസ് കൊടുക്കും. അത് അവർക്ക് ചെയ്യാൻ ഓക്കെ ആണോ അല്ലയോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പേഷ്യൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണല്ലേ. സോ നമുക്കിവിടെ എന്ത് ചോദിക്കാം? വിൽ യു ബി ഏബിൾ ടു ഫോളോ ദീസ് അഡ്വൈസസ്? മനസ്സിലായോ? ഇവിടെ ഞാൻ എന്താ യൂസ് ചെയ്തത്? ഒരു സജഷൻ ഫ്രേസ് ആണ് യൂസ് ചെയ്തത്. വിൽ യു ബി ഏബിൾ ടു ഫോളോ ദീസ് അഡ്വൈസസ്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഫോളോ ദിസ് അഡ്വൈസസ്. ഓക്കെ, വിൽ യു ബി ഏബിൾ ടു ഫോളോ ദീസ് അഡ്വൈസസ്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ നിനക്ക് ഓക്കെ ആണോ? Are you ready to follow this? Very good. Will you be able to do that? Very good. Anuja and Mijo has commented. Very good. You people are here with me. എന്ന് കരുതി ബാക്കിയുള്ളവരില്ലെന്നല്ല, അവർ പെട്ടെന്ന് കോമെൻറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, യെസ്. സോ ഇവിടെ നിങ്ങൾ എപ്പോഴും ആ ഒരു കാര്യത്തിൽ ഇവിടെ ഞാൻ 2 വേർഡ്സ് യൂസ് ചെയ്തു. ഏതൊക്കെയാണ് ആ വേർഡ്സ്? ഒന്ന്, ഈ പറഞ്ഞ പോലെ തന്നെ ക്ലാരിഫിക്കേഷൻ. നമ്മൾ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നില്ലേ? ക്ലാരിഫിക്കേഷൻ ഫ്രേസസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏതൊക്കെയാണ് ക്ലാരിഫിക്കേഷൻ ഫ്രേസസ് നമ്മുടേത്? am I clear with you? am I understandable to you? am I making sense to you? are we on the same page? are you following my words?
സോ ഇതെല്ലാമാണ് നമ്മുടെ ക്ലാരിഫിക്കേഷൻ ഫ്രേസസ് എന്ന് പറയുന്നത്. ഇനി ഓൺ ദ അതർ ഹാൻഡ് വി ഡു ഹാവ് സജഷൻ ഫ്രേസസ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കയറി ഇങ്ങനെ ചോദിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഒരു സജഷൻ കൊടുത്തു, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വിൽ യു ബി ഏബിൾ ടു ഫോളോ ദി അഡ്വൈസസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആർ യു റെഡി ടു ഫോളോ ദിസ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇസ് ഇറ്റ് ഓക്കെ വിത്ത് യു അലക്സ്, ഇസ് ഇറ്റ് ഓൾ റൈറ്റ് ഫോർ യു അലക്സ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും are you able to do that? Okay, yes Bibin. And also ഇപ്പോൾ ഇൻ കേസ് നമ്മളൊരു അഡീഷണൽ സപ്പോർട്ട് എന്ന നിലയിൽ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ am I clear to you? So I'm having some doubt regarding the diet nurse. So these are the diet you need to follow. Well, I can also provide you with a leaflet. ഈ leaflet ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് am I clear എന്ന് ചോദിക്കുന്നത് റൈറ്റ് അല്ല. അവിടെ നമുക്ക് എന്ത് പറയാം? Tell me how does it sound to you Alex? ആ ഒരു കാര്യമാണ് നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ബി എ സിറ്റുവേഷണൽ സ്പീക്കർ. അപ്പോൾ ഈ പറയുന്നതെല്ലാം നമ്മുടെ കോൺവെർസേഷന് ഇമ്പാക്റ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും വരെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തു, പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഐ എം പ്രൊസീഡിങ് വിത്ത് ദ നെക്സ്റ്റ് വൺ. ആർ യു ഏബിൾ ടു ഫോളോ, വിൽ യു ബി ഏബിൾ ടു ഫോളോ ദീസ് തിങ്സ് എന്ന് ചോദിച്ചു. യെസ്, ഹൗ ഡസ് ഇറ്റ് സൗണ്ട്? യെസ് മറിയാമ്മ. സോ അടുത്ത് നോക്കിക്കേ, ഇൻഫോം ദ പേഷ്യൻറ്റ് ഇഫ് സിംറ്റംസ് വേഴ്സൺ, കോൺടാക്ട് ദി ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ ഫ്രം മൈ സൈഡ്? നീഡ് ഫർദർ ക്ലാരിഫിക്കേഷൻ. അപ്പോൾ വേറെ എന്തെങ്കിലും അവർക്കറിയാനുണ്ടോ? അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ? വേറെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കറിയാനുണ്ടോ? ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ ഫ്രം മൈ സൈഡ്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ അവർക്ക് അറിയാനുള്ള എന്തായിരിക്കും? സോ ഇസ് ദർ എനിത്തിങ് ഇൻ ജനറൽ ദാറ്റ് ഐ നീഡ് ടു ഫോക്കസ് ഓൺ നഴ്സ്? അപ്പോൾ അതൊരു ഈഗർനെസ് എക്സ്പ്രസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ചതിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ അപ്രിഷിയേറ്റ് ചെയ്യാം. വെൽ, ഐ റിയലി അപ്രിഷിയേറ്റ് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ അലക്സ്. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ഇഫ് സിംറ്റംസ് worsened, contact the doctor immediately. Along with that, I would like to list down the possible complications of whooping cough, which include apnea, pneumonia, convulsion and also encephalopathy. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം മെഡിക്കൽ ടെർമിനോളജീസ് ആണല്ലേ. ഡു യു വോണ്ട് എനി മോർ ക്ലാരിഫിക്കേഷൻ? ഓക്കെ, യെസ്. സോ ഇവിടെ വരുന്ന ഒരു കൺഫ്യൂഷൻ യൂഷ്വലി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതെല്ലാം മെഡിക്കൽ ടെർമിനോളജീസ് ആണ്, നമ്മൾ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സി പീപ്പിൾ, യു ഡോണ്ട് നീഡ് ടു ഗിവ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ഈച്ച് ആൻഡ് എവറി വേർഡ് ഹിയർ. ഒരൊറ്റ സിംഗിൾ വേർഡ് അത് നമ്മുടെ അത് നമ്മുടെ എന്താ പറയുക, മെയിൻ ടോപ്പിക്കിനകത്ത് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് പേഷ്യൻറ്റ് ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ പേഷ്യൻ്റ് അത് എലിജിബിൾ ആവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇതെല്ലാം മെഡിക്കൽ ടെർമിനോളജീസ് ആണ്. അവിടെ നിങ്ങളത് പറയണമെന്നില്ല. പക്ഷേ അത് നോക്കിക്ക്, നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കോംപ്ലിക്കേഷനാണ്. ഇത് അഗൈൻ ഒരു പോയിന്റ് കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഇമ്പാക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. വെനെവർ യു ഗിവിങ് എ നെഗറ്റീവ് തിങ്, whenever you're passing on a negative thing, I would like to say add a positive one. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക? add a positive thing. ഈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരും, എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, കോംപ്ലിക്കേഷൻ ഇസ് എ നെഗറ്റീവ് തിങ്, റൈറ്റ്? നിങ്ങൾ കോംപ്ലിക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നെക്സ്റ്റ് തിങ് എന്താണ്? സൈഡ് ഇഫക്റ്റ്. നിങ്ങളൊരു പേഷ്യൻറ്റിനോട് സൈഡ് ഇഫക്ട്സ് ഉണ്ടാവും കേട്ടോ, സൈഡ് ഇഫക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആഫ്റ്റർ ഇഫക്റ്റിനെ പറ്റി പറയുകയാണ്. സോ ഇതെല്ലാം എന്തിനകത്ത് കൗണ്ടബിൾ ആണ്? ആക്ച്വലി ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് നിങ്ങൾ കവർ ചെയ്യാണ് അല്ലേ. സോ ആഫ്റ്റർ ഇഫക്റ്റിനെ പറ്റി നിങ്ങൾ പറയുന്നു. ഇതിൻ്റെ എല്ലാം ഒപ്പം കൊടുക്കേണ്ട ഒരു കാര്യം എന്താണ്? പ്രൊവൈഡ് എ റീഅഷ്വറൻസ്. സോ അവിടെ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ you know, in this situation it's just very important for us to be a situational speaker. So ഇവിടെ നമുക്ക് situational speaker ആവുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? സി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, whenever you're speaking about a complication, side effect or an after effect, you're supposed to provide a reassurance there. അപ്പോൾ ഇവിടെ നോക്കി കോംപ്ലിക്കേഷൻ പറയാണ്, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീഅഷ്വറൻസ് ആഡ് ചെയ്തിരിക്കണം. നമ്മുടെ നാലാമത്തെ റീഅഷ്വറൻസ് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ക്ലിയർ ആയോ? I really hope that you are able to read my handwriting. It's very clumsy. I'm feeling it difficult to write on this iPad. അത് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട് എനിക്ക്. സോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, ഞാൻ വീണ്ടും അതൊന്ന് കുറച്ചും കൂടി വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, യെസ്. സോ ഇവിടെ നമ്മൾ കോംപ്ലിക്കേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഐ വുഡ് ലൈക്ക് യു പീപ്പിൾ ടു ആഡ് എ റീഅഷ്വറൻസ് ഓവർ ദാറ്റ്. ദാറ്റ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു പീപ്പിൾ വോണ്ട് ടു, ഐ നീഡ് യു പീപ്പിൾ ടു ഫോക്കസ് ഓൺ. ഓക്കെ ആണല്ലോ. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് അവർ കോംപ്ലിക്കേഷൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും?
ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു, ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ ഫ്രം മൈ സൈഡ് അലക്സ്? അപ്പോൾ ഞാൻ പറയാണ്, കുഡ് യു പ്ലീസ് ടെൽ മി ദ കോംപ്ലിക്കേഷൻസ് ഓഫ് ദിസ് കണ്ടീഷൻ നഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? അവർ ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങണം. Well, I can understand you are pretty much anxious about your condition, Alex. Let me just list down the possible complications of whooping cough, which include apnea, pneumonia, convulsion and encephalopathy. Not to frighten you, don't need to worry about any of these, because if you are able to follow all these advices which I have mentioned right at present, we will be able to outweigh all these kind of complications. So am I understandable to you? Along with that, let me inform you, if the symptoms worsened, try to seek medical attention as soon as possible. So I hope things are fine with you. എന്നവിടെ ചോദിക്കാം. മനസ്സിലായോ? എപ്പോഴും അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണോ അതിനുള്ള ആൻസർ വേണം പറയാൻ. ഡോണ്ട് എക്സ്പെക്ട് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ആൻഡ് ഓൾസോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് ആ ഓർഡറിൽ തന്നെ പോകുമെന്നൊരിക്കലും എക്സ്പെക്ട് ചെയ്ത് പോകരുത്. വാട്ട് ഇഫ് ദേ ആർ കൈൻഡ് ഓഫ് ഷഫ്ലിംഗ് ദി ഓർഡർ, ബി വിത്ത് ദെയർ ഫ്ലോ. അവർ ചോദിച്ച എവിടെയാണോ ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ചെയ്യുക. ഞാൻ ആദ്യമേ ചോദിച്ചത് എന്താ? കോംപ്ലിക്കേഷൻ. അപ്പോൾ സിംറ്റംസ് വേഴ്സൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ മീറ്റ് ചെയ്യണം എന്നല്ല നമ്മൾ ആദ്യമേ പറയേണ്ടത്. കോംപ്ലിക്കേഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, പ്രൊവൈഡ് എ റീഅഷ്വറൻസ്. അതിനുശേഷം വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കാതെ അലോങ് വിത്ത് ദാറ്റ് ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഇൻഫോം യു എന്ന് അവിടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, റീഅഷ്വറൻസ് വേർഡ്സ് ആണ്. ഒരു കാര്യം ചെയ്യൂ, ഞാൻ എൻ്റെ അടുത്ത ലൈവ് സെഷനിൽ റീഅഷ്വറൻസ്, സിമ്പത്തി, എമ്പത്തി ഫ്രേസസ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഡിസ്കസ് ചെയ്യാം. അത് മതിയോ ശ്രുതി? ഓക്കെ ആണോ ശ്രുതി? നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റീഅഷ്വറൻസ് ഫ്രേസസ് അലോങ് വിത്ത് ദാറ്റ് എന്താണ് സിമ്പത്തി, എമ്പത്തി ഫ്രേസസ്. ബിക്കോസ് നമ്മളിപ്പോൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രേസ് ഏതാണ്? യൂഷ്വലി ബീങ് എ മദർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ബീങ് ഇൻ യുവർ ഷൂസ് ഐ ക്യാൻ സെൻസ് യുവർ ഇമോഷൻ. അത് മാറ്റി നമുക്ക് കുറച്ച് വേറെ ഫ്രേസസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പോൾ പറയാൻ 1-2 ഫ്രേസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദിസ് പ്രോബ്ലം ഗെറ്റ് സോർട്ടഡ്. യു ഡോണ്ട് നീഡ് ടു വറി, ഐ എം ഹിയർ ടു ഹെൽപ്പ് യു വിത്ത് ഇറ്റ്. യു ആർ നോട്ട് അലോൺ ഇൻ ദിസ് സിറ്റുവേഷൻ. The doctors and nurses in this facility are well trained, and we will be able to rule out this issue, whatever you're facing at present. Your worries are understandable to me, but just relax yourself, because you're in the best facility and we are well trained here. സ്പീഡ് കൂടിയോ? ശ്രുതിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Along with that, Jinsi, hi Jinsi, if we'll get mother and child case, known case, we have to ask both names. known കേസിൽ മദർ ആൻഡ് ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ടൈമിൽ 2 പേരുടെ പേര് ചോദിക്കണമെന്നാണോ ജിൻസി? ഇപ്പോൾ ജിൻസി ഇപ്പോൾ മദർ ആൻഡ് ചൈൽഡ് കേസാണെന്ന് വിചാരിക്കുക. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചൈൽഡ് ആയിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി നമ്മുടെ പേഷ്യൻറ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഐ പ്രിഫർ യു ഗോയിങ് വിത്ത് എ പേഷ്യൻറ്റ് നെയിം നിങ്ങൾ പ്രിപ്പറേഷൻ ടൈമിൽ ചോദിക്കുക. നോൺ കേസ് ആണെങ്കിൽ കൂടിയും നമ്മൾ യൂഷ്വലി ഇമാജിൻ ദ സിറ്റുവേഷൻ, നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ബൈസ്റ്റാൻഡറിനെ അഡ്രസ്സ് ചെയ്യുന്നത്? നമ്മളെങ്ങനെ ചോദിക്കും? സോ ഇത് ജിൻസിയുടെ ബൈസ്റ്റാൻഡർ ആണോ എന്ന് നമ്മൾ ചോദിക്കില്ലേ? അതിനുശേഷമാണല്ലോ നമുക്ക് എല്ലാ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ പേര് ഓർമ്മ നിൽക്കണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നിങ്ങൾക്ക് ഓൾവേസ് പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? പേഷ്യൻ്റ് നെയിമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ജിൻസി പറഞ്ഞ ഒരു സിറ്റുവേഷൻ, ഇമാജിൻ ദാറ്റ് മൈ ചൈൽഡ് ഇസ് അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ ആൻഡ് യു ഗോയിങ് ടു ടോക്ക് ടു മീ അബൌട്ട് ദ ഡിസ്ചാർജിനെ പറ്റി പറയാൻ വേണ്ടി ജിൻസി എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഓക്കെ, സോ ജിൻസി ചെയ്യേണ്ട കാര്യം പ്രിപ്പറേഷൻ ടൈമിൽ എന്ത് ചെയ്യുക? പേഷ്യൻ്റെ നെയിം ചോദിക്കുക. ഹൗ ക്യാൻ ഐ അഡ്രസ് ദ ചൈൽഡ് ഡ്യൂറിങ് ദ കോൺവെർസേഷൻ? ഇനി കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെൽ, ഗുഡ് മോർണിംഗ്, ഇഫ് ഐ എം നോട്ട് റോങ്, ആം ഐ സ്പീക്കിംഗ് ടു ലിയാസ് പേരൻറ്റ്? ഓ വെൽ, ഹൗ ക്യാൻ ഐ അഡ്രസ് യു? Okay, Varsha, I am here to discuss, I am Nurse Lindsay Joseph and I am working in this ward. I came here to discuss the discharge plan of your child. എന്ന് മെൻഷൻ ചെയ്യാം. ക്ലിയർ ആയോ? ജിൻസി ഇവിടെ ഉണ്ട് തന്നെ വിശ്വസിക്കുന്നു. കോൺവെർസേഷൻ, അതായത് ഒരു നോൺ കേസ് നമുക്ക് 2 കോണ്ടെക്സ്റ്റിൽ വരാം കേട്ടോ. ഇറ്റ് കെൻ ഈതർ ബി എ കോൺവെർസേഷൻ വിത്ത് ദ പേഷ്യൻറ്റ് ആൻഡ് വിത്ത് ദ ബൈസ്റ്റാൻഡർ. കോൺവെർസേഷൻ വിത്ത് ദ പേഷ്യൻ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഗ്രീറ്റിംഗ് ആൻഡ് ഗോയിങ്. കോൺവെർസേഷൻ വിത്ത് ദ ബൈസ്റ്റാൻഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രീറ്റ് ചെയ്യുക. Confirm the bystander. If I am not wrong, am I speaking to X's bystander, John's bystander? Okay, how can I address you? എന്ന് നമ്മൾ ചോദിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രൊസീഡ് ചെയ്യാണ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, അല്ലെങ്കിൽ ലെറ്റ് മീ റിമൈൻഡ് യു, ഐ എം നഴ്സ് വർഷ ആൻഡ് ഐ ഹാവ് ബീൻ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സൺ ഓർ യുവർ ചൈൽഡ് ആൻഡ് ഐ എം ഹിയർ ടു ഡിസ്കസ് അബൌട്ട് ഹിസ് ഡിസ്ചാർജ്. ക്ലിയർ ആയോ? ജിൻസി ഒന്ന് മെസ്സേജ് ചെയ്യണേ ക്ലിയർ ആയോ എന്നുള്ള കാര്യം, സോ ദാറ്റ് ഐ വിൽ ബി ഷുവർ ഓഫ് ഇറ്റ്.
ഓക്കെ യെസ് ശ്രുതി. ആൻഡ് ഓൾസോ ഐ മേക്ക് ഷുവർ ദാറ്റ് ഈ പറയുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഫ്രേസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമ്മൾ ഈ ടാസ്ക് കൺക്ലൂഡ് ചെയ്യാണ്. ഈ ടാസ്കിന് ടുവേർഡ്സ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോം വിസിറ്റിന് വന്ന നേഴ്സാണല്ലേ. നമ്മൾ എന്തിനാണ് വന്നത്? പേഷ്യൻ്റെ വൈറ്റൽസ് ചെക്ക് ചെയ്യാൻ വന്നതായിരുന്നു. പേഷ്യൻ്റ് എക്സാമിൻ ചെയ്തു. അപ്പോൾ ടുവേർഡ്സ് ദി എൻഡ് നമുക്ക് എന്ത് ചെയ്യാം? ബേസ്ഡ് ഓൺ ദ സിനാരിയോ വേണം നിങ്ങൾ എൻഡ് ചെയ്യാൻ. ഇപ്പോൾ ഡ്രസ്സിങ് ചേഞ്ചിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നൗ ഐ ഹോപ്പ് ഐ ഹാവ് അഡ്രസ്ഡ് ഓൾ യുവർ കൺസേൺസ്. നൗ ലെറ്റ് മീ ജസ്റ്റ് പ്രൊസീഡ് വിത്ത് ദ dressing of your wound. Meanwhile, I can just brief in what we have discussed so that you will be able to recollect all the points എന്ന് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ അല്ലേ? ഓൾവേസ് end the task based on the scenario. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? So I just believe that I have addressed all your concerns, Alex. Is there anything that you want me to help you with? Okay, so for your clarity or for your confirmation, let me just brief in what we have discussed. I just came here to examine your condition, and after the examination, I came to know that your temperature is എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് നിങ്ങൾക്ക് ബ്രീഫ് ഇൻ ചെയ്ത് പോവാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. യെസ്, താങ്ക് യു ജിൻസി ഫോർ ദാറ്റ്. അപ്പോൾ ഈ കേസ് ഓക്കെ അല്ലേ? നമ്മൾ എന്താണ് ഒരു കേസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പോൾ ഈ സാറ്റർഡേ വന്ന ഒരു എക്സാം മോഡൽ കാർഡിനെയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ മെൻഷൻ ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന എക്സാമിന് വന്ന വേർഡ് ഏതായിരുന്നു? യു ഹാവ് ക്ലീൻഡ് ദ പേഷ്യൻസ് വൂണ്ട് എന്നുള്ളതായിരുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലീൻഡ് എന്നുള്ള വേർഡാണ് നമുക്ക് അവിടെ നിന്ന് ഒരു വിതൗട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കേസിന് ഒരു ക്ലാരിറ്റി തന്നത്. ആൻഡ് ഓൾസോ ഇവിടെ ഞാൻ എടുത്തു പറഞ്ഞു നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. കുറേ സജഷൻസ് നമ്മുടെ കോൺവെർസേഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള കുറേ സജഷൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതെങ്ങനെ ഒരു ടാസ്ക് പ്രോപ്പർലി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ ഒരു ടാസ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കോൺവെർസേഷൻ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ള കുറേ സജഷൻസ് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തന്നിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു വിൽ ബി വർക്കിംഗ് ഓൺ ദിസ്. യെസ് അശ്വതി, കൺക്ലൂഡ് സെൻറ്റൻസ് ഒന്ന് പറയൂ മാം. ബിഫോർ കൺക്ലൂഡിങ് ലെറ്റ് മീ സമ്മറൈസ് വാട്ട് വി ഹാവ് ഡിസ്കസ് സോ ഫാർ. ഓക്കെ, ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ ആയിരിക്കണം അശ്വതി നമ്മൾ എപ്പോഴും കൺക്ലൂഡ് ചെയ്യുന്നത്. സോ ഡ്രസ്സിങ് ചേഞ്ച് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോ നമുക്ക് അവിടെ ചോദിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് എന്താണ് നമുക്ക് അവിടെ നിന്ന് മെൻഷൻ ചെയ്യാം. സോ ലെറ്റ് മീ ജസ്റ്റ് മേക്ക് എൻ അറേഞ്ച്മെൻറ്റ് ഫോർ യു ടു മീറ്റ് ദ ഡോക്ടർ. മീൻ വൈൽ ഐ വുഡ് ലൈക്ക് ടു സമ്മറൈസ്. ഓക്കെ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഡ്രസ്സിങ് ചേഞ്ചിന് വേണ്ടി വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലോ, സോ ലെറ്റ് മീ ജസ്റ്റ് പ്രൊസീഡ് വിത്ത് ദ dressing of your wound, and meanwhile I can summarize what we have discussed എന്ന് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ അവിടെ നമുക്ക് എന്ത് പറയാം? I hope or I believe that I have addressed all your questions and you are not having any further questions with you. So let me just summarize what we have been discussing so far. I came here to examine your condition എന്ന് പറഞ്ഞ് പ്രൊസീഡ് ചെയ്യാം. അശ്വതി ക്ലിയർ ആയോ? Jasminta, sorry to ask you this question, ma'am. Can you please tell me the schedule for listening live class? Listening live നമുക്ക് Saturdays ആണുള്ളത്. Saturday we'll be having our listening live. Okay. മാം ബ്രീഫ് ചെയ്യുമ്പോൾ ജസ്റ്റ് മെയിൻ പോയിൻറ്റ്സ് ഔട്ട്ലൈൻ ചെയ്താൽ മതി. ഓക്കെ, അനുഷ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ലൈക്ക് വെൻ യു ബ്രീഫ് ഇൻ, ആക്ച്വലി ദ ടാസ്ക് ഡിസൈഡ്സ് ഹൗ വി ഷുഡ് ബ്രീഫ് ഇൻ. ഇഫ് ഇൻ കേസ് യുവർ ടാസ്ക് ഇസ് ലെങ്തി, just go with a brief summary. If in case your task is short, I would prefer you going with an elaborate summary. പക്ഷേ എന്നാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ടൈമിലേക്ക് നോക്കി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഈ ടൈമറിലേക്ക് നോക്കി കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് യു ഹാവിങ് എ കോൺഷ്യസ്നെസ്. നമുക്ക് എന്ത് ചെയ്യും, ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, അയ്യോ സമയം പോവുകയാണ്, അല്ലെങ്കിൽ ഇത്രയും സെക്കൻഡ്സേ ഉള്ളൂ, ഞാൻ അവിടെ എന്ത് പറയണം എന്നുള്ള കോൺഷ്യസ്നെസ് മൂലം എന്ത് പറ്റും, യു വിൽ ബി ഹാവിങ് ഹമ്മിങ്സ് ഇൻ ബിറ്റ്വീൻ. സോ ഐ പ്രിഫർ യു ഗോയിങ് വിത്ത് എ റിലാക്സ്ഡ് കൈൻഡ് ഓഫ് പ്രസൻറ്റേഷൻ. അവിടെയും മെയിൻ പോയിൻറ്റ്സ് ഔട്ട്ലൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻ ലെങ്തി ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ. ഇൻ കേസ് ഷോർട്ട് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തം ബ്രീഫിൻ ചെയ്യുക. വെൽ ഐ കെയിം ഹിയർ, ഇപ്പോൾ ഈ ടാസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വെൽ ലെറ്റ് മീ ജസ്റ്റ് സമ്മറൈസ് വാട്ട് വി ഹാവ് ബീൻ ഡിസ്കസിങ് സോ ഫാർ. സോ ഐ കെയിം ഹിയർ to examine your condition as per your GP's advice, and after my examination I came to know that your temperature is 100 Fahrenheit and your pulse rate was 82 beat per minute and you had dry cough. I gathered some information about your condition which includes onset, duration
duration, allergic history, past medical history, and the treatment you have tried on. And I came to a conclusion that there's a possibility of whooping cough, which is also known as pertussis. I gave you much more information on what is this condition. It is a very contagious respiratory disease which is caused due to a bacteria called Bordetella pertussis. I outlined the symptoms എന്ന് പറഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ സിംറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഹൈ ടെമ്പറേച്ചർ, യുവർ ടൈം ഇസ് അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ സ്റ്റോപ്പ് റൈറ്റ് ദെയർ. വെൽ, താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ എന്ന് നിങ്ങൾക്ക് പറയാം. അല്ലാതെ നടുക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ അതൊരു ബിഗ് മിസ്റ്റേക്ക് അല്ല. ഓക്കെ ആണോ? So thank you so much guys for listening to me, and for the past nearly 1 hour you people were with me. ബോറടിപ്പിച്ചില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് പാസ് ഓൺ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ ബിറ്റ് മോർ ഓഫ് ടൈം. ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. ഐ എം റിയലി ഗ്ലാഡ് ദാറ്റ് യു പീപ്പിൾ ആർ ഹിയർ. Thank you so much, and we'll be meeting with our usual live session on next Monday. So stay tuned, and thank you so much again guys. Wishing you all the very best for your preparations. If in case you do have any doubts, please comment down, or you can just ask to me directly in the next live session happening on Monday. Thank you. Take care. Bye.